നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിൽ യാത്രാ ദുരിതം ഏറുകയാണ്. അതിർത്തി സുരക്ഷാ പരിശോധനയിലെ അപാകതകൾ പരിഹരിക്കാൻ കൂടുതൽ നടപടികൾ വേണമെന്ന് യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല ഫോൺ ഡെർ ലയൻ അറിയിച്ചു. യൂറോപ്യൻ വിമാനത്താവളങ്ങളെയും വിമാന സർവീസുകളെയും വൻ പ്രതിസന്ധിയിലാക്കിയ പുതിയ അതിർത്തി സുരക്ഷാ പരിശോധന സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കാൻ ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലയൻ തുറന്നു സമ്മതിച്ചു. പുതിയ പരിഷ്കാരം കാരണം വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ 5 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് കമ്മീഷൻ മേധാവിയുടെ പ്രതികരണം. വരും ദിവസങ്ങളിലെ വേനൽക്കാല അവധിക്കാലത്തെ യാത്രാ ദുരിതം ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് എയർപോർട്ട് വിമാന കമ്പനി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. യൂറോപ്യൻ യൂണിയൻ പുറത്തുനിന്നുള്ള യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ കൈകൊണ്ട് സീലടിക്കുന്ന പഴയ രീതിക്ക് പകരമായി കഴിഞ്ഞ വർഷമാണ് ഡിജിറ്റൽ സംവിധാനമായ EES നടപ്പിലാക്കിയത്. യാത്രക്കാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരെയും അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നവരെയും കണ്ടെത്താനാണ് ഈ സംവിധാനം കൊണ്ടുവന്നത്. അയർലൻഡും സൈപ്രസും ഒഴികെയുള്ള എല്ലാ EU രാജ്യങ്ങളിലും കൂടാതെ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലാൻഡ് എന്നീ ഷെങ്കൻ രാജ്യങ്ങളിലും ഇത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ കനത്ത വേനൽക്കാല തിരക്ക് അനുഭവപ്പെടുമെന്നതിനാൽ വിമാന കമ്പനികൾ ആശങ്കയിലാണ്. വേനൽക്കാല അവധിക്കാലം ആരംഭിക്കുന്നതോടെ ഏതാണ്ട് 4 കോടിയോളം അധികം യാത്രക്കാർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ജൂലൈ 7-ന് യൂറോപ്യൻ കമ്മീഷൻ വിമാന കമ്പനി പ്രതിനിധികളുടെ യോഗം പ്രത്യേകമായി വിളിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ തീവ്ര ഇടതുപക്ഷക്കാരായ AfDയുടെ ക്രൂരമായ ആക്രമണം. തെരുവിലൂടെ ഓടിച്ചിട്ട് തല്ലുകയായിരുന്നു. രക്ഷപ്പെടുത്തിയത് പോലീസാണ്. ജർമ്മനിയിലെ എയർപോർട്ടിൽ നടക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfDയുടെ ദേശീയ സമ്മേളനത്തിനെതിരെ നടക്കുന്ന ജനകീയ പ്രതിഷേധത്തിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത്. ജർമ്മൻ മാധ്യമ പ്ലാറ്റ്ഫോമായ അപ്പോളോ ന്യൂസ് പ്രതിനിധികളായ മാരിയസ് മാർക്സ്, യോനാസ് ആസ്റ്റൺ എന്നിവർ ഉൾപ്പെടെയുള്ള 3-അംഗ സംഘത്തെയാണ് തീവ്ര ഇടതുപക്ഷ ആക്രമികൾ തെരുവിലൂടെ ഓടിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് പ്രത്യേക സേന കൃത്യസമയത്ത് ഇടപെട്ടാണ് അവരെ മരണവക്ത്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഏതാണ്ട് 3 മിനിറ്റ് നീണ്ട വേട്ടയാടൽ, കുങ്ഫുവും ചവിട്ടും കല്ലേറും ഉണ്ടായി. ശനിയാഴ്ച രാവിലെ 9:40 കോദർപ്ലാറ്റ്സിലെ റോഡ് ഉപരോധം ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. പുറമേ നിന്ന് നോക്കിയാൽ മാധ്യമപ്രവർത്തകരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഇവരെ കണ്ട് പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് ആരോ ക്യാമറ എന്ന് ആക്രോശിക്കുകയും പിന്നാലെ നാസികൾ പുറത്തുപോകുക എന്ന മുദ്രാവാക്യത്തോടെ ജനക്കൂട്ടം ഇവർക്ക് നേരെ തിരയുകയായിരുന്നു. ആക്രമി സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയ മാധ്യമപ്രവർത്തകർ ചെന്നുപെട്ടത് കറുത്ത വസ്ത്രം ധരിച്ച് മുഖംമൂടി ധരിച്ച തീവ്ര ഇടതുപക്ഷക്കാരായ ബ്ലാക്ക് ബ്ലോക്ക് എന്ന സംഘത്തിന് മുന്നിലായിരുന്നു. 30ഓളം വരുന്ന ആക്രമണ സംഘം ഇവരെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കുങ്ഫു മോഡൽ ചവിട്ടുകളേറ്റ് റിപ്പോർട്ടർമാർ താഴെ വീണവരെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. പ്രതികൾക്കായി തെരച്ചിൽ നടത്തുകയാണ്. ഇവരെ പിടിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ ഇപ്പോഴും കനത്ത പോലീസ് ജാഗ്രത തുടരുകയാണ്. രാവിലെ തന്നെ എയർപോർട്ടിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായത്. AfDയുടെ ദേശീയ പാർട്ടി കോൺഗ്രസിനെതിരെ 20,000-ലധികം ആളുകളാണ് വൻ പ്രതിഷേധമായി നഗരത്തിൽ ഇറങ്ങിയത്. വ്യാപക സംഘർഷവും ഉണ്ടായി. 6,000-ഓളം പോലീസുകാരെയാണ് തെരുവിൽ എയർപോർട്ടിൽ നിയോഗിച്ചത്. എന്നാൽ ഇത് നാസി ചരിത്രത്തിന്റെ തനിയാവർത്തനമാണെന്ന് ആക്ഷേപവും ഉണ്ടായി. AfD തങ്ങളുടെ സമ്മേളനത്തിനായി തെരഞ്ഞെടുത്ത തീയതിയും വേദിയും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുണ്ട്. കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് 1926 ജൂലൈ 3-4 തീയതികളിൽ ഹിറ്റ്ലറുടെ നാസി പാർട്ടി തങ്ങളുടെ ആദ്യത്തെ റഷ്യസ് പാർട്ടി ദിനം ആഘോഷിച്ച അയൽ നഗരമായ വൈമറിന്റെ പശ്ചാത്തലത്തിലാണ് AfDയും ഇപ്പോൾ സമ്മേളനം നടത്തുന്നത്. ഇത് മനഃപൂർവ്വമുള്ള പ്രകോപനമാണെന്ന് ജർമ്മൻ ട്രേഡ് യൂണിയനും ഗ്രീൻ പാർട്ടി നേതാവും ആക്ഷേപിച്ചു. എന്നാൽ ചർച്ചുകളിൽ സമാധാന പ്രവർത്തനങ്ങളുമായി പ്രതിഷേധവും നടന്നു. എന്നാൽ ജർമ്മനിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഗ്രാഫ് പുറത്തു വന്നപ്പോൾ ജനപിന്തുണയിൽ AfD പാർട്ടിയാണ് ഏറ്റവും മുന്നിൽ, 27%. ഭരണകക്ഷികളായ CDU 22%-ലും SPD 12%-ലും ആണ് നിൽക്കുന്നത്. കൊളോണിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, അതായത് സീറോ മലബാർ റീത്ത് കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ 44-ാമത്തെ തിരുനാളും വിശുദ്ധ തോമസ് ലിയയുടെ തിരുനാളും സംയുക്തമായി ജൂലൈ 11, 12 ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കും. 56 വർഷം പിന്നിടുന്ന കമ്മ്യൂണിറ്റിയുടെ തിരുനാൾ ആഘോഷ പരിപാടികൾ കൊളോൺ മ്യൂൾഹൈമിലെ ലീഫ്രോവിൻ ദേവാലയത്തിലാണ് നടക്കുന്നത്. ജൂലൈ 11 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാനയെ തുടർന്ന് തിരുനാളിന് കൊടിയേറും. ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ദിവ്യബലിയിൽ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ
മെത്രാൻമാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാളിൽ കൊളോൺ അതിരൂപത സഹായമെത്രാൻ ഡൊമിനിക്യൂസ് ഷ്വാഡർല പങ്കെടുക്കും. വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദക്ഷിണം, ഉച്ചഭക്ഷണം, സാംസ്കാരിക പരിപാടികൾ, ലോട്ടറിയുടെ നറുക്കെടുപ്പും നടക്കും. ബോണിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി സാബു ജോർലി ചിറ്റിലപ്പള്ളി മക്കളായ ഡേവിഡ്, ജോർജി എന്നിവരടങ്ങുന്ന കുടുംബമാണ് ഇത്തവണത്തെ പ്രസിദ്ധി. ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും എസൻ ആഹൻ എന്നീ രൂപതകളിലെയും സീറോ മലബാർ കൂട്ടായ്മയാണ് കൊളോണിലെ കാത്തലിക് കമ്മ്യൂണിറ്റി. കൊളോൺ കർദിനാൾ റൈനർ മറിയ ബോൾക്കിയുടെ കീഴിലുള്ള സമൂഹത്തിന്റെ ചാപ്പലിനായി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMA കഴിഞ്ഞ 25 വർഷമായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ലോകകപ്പിലെ നാണംകെട്ട പുറത്താകലിനും ജൂലിയൻ നാഗൽസ്മാന്റെ രാജിക്കും പിന്നാലെ ജർമ്മൻ ഫുട്ബോൾ ലോകം ഇപ്പോൾ ഒരൊറ്റ പേര് മാത്രമേ മന്ത്രിക്കുന്നുള്ളൂ. യൂർഗൻ ക്ലോപ്പ് എന്ന 59-കാരൻ തുടർച്ചയായ 3 ലോകകപ്പ് ദുരന്തങ്ങൾക്ക് ശേഷം തകർന്നടിഞ്ഞ് ജർമ്മൻ ഫുട്ബോളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ മുൻ ലിവർപൂൾ ബോസ് യൂർഗൻ ക്ലോപ്പിനെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ. ജർമ്മനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള പരിശീലകനായിട്ടായിരിക്കും ക്ലോപ്പിന്റെ വരവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വരും ദിവസങ്ങളിൽ ജർമ്മൻ ഫുട്ബോളിൽ വരാനിരിക്കുന്ന വൻ മാറ്റങ്ങളാണ്. മുൻപ് 2004 യൂർഗൻ ക്ലിൻസ്മാൻ പരിശീലകനായി വന്നപ്പോൾ സ്പോർട്സ് മേഖലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സഭാ നേതൃത്വം പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. എന്നാൽ ഇത്തവണ DFB പ്രസിഡന്റ് ക്ലോപ്പിന് മുന്നിൽ ബ്ലാങ്ക് ചെക്ക് നീട്ടിക്കഴിഞ്ഞു. തന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനും പൂർണ്ണമായി സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ക്ലോപ്പിനുണ്ടാകും. ക്ലോപ്പിന്റെ ലിവർപൂളിലെ വിശ്വസ്തനായ മുൻ അസിസ്റ്റന്റ് കോച്ച് പെപ് ലിൻഡേഴ്സും പുതിയ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ പ്രധാനിയായി എത്തിയേക്കും. DFBയിലും വൻ അഴിച്ചുപണിയാണ് ഉണ്ടാകുന്നത്. തകർന്നടിച്ചിരിക്കുന്ന ജർമ്മൻ ടീമിനെ ഒന്നിപ്പിക്കാൻ ക്ലോപ്പ് പ്രഭാവം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മികച്ച കമ്മ്യൂണിക്കേഷൻ ശൈലിയുള്ള ക്ലോപ്പിന്റെ വരവ് ടീമിനുള്ളിലെ ഭിന്നതകൾ അവസാനിപ്പിക്കുമെന്നാണ് കളിക്കാരും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ റെഡ് ബുൾ ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഹെഡായ ക്ലോപ്പുമായി അടുത്ത 10 ദിവസത്തിനകം DFB ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയാക്കാനാണ് പദ്ധതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.